കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫെറാറീസ് മെത്തേഡാണ്. അത് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഫെറാറീസ് മെത്തേഡും അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി സെപ്പറേഷൻ ഓഫ് റൂട്ട്സ് എന്ന പുതിയൊരു സെക്ഷനാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തേർഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കാർഡനോസ് മെത്തേഡ്, ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ ഫെറാറീസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. ഹയർ ഡിഗ്രി ആണെങ്കിൽ റൂട്ട്സ് കാണാൻ അല്ലെങ്കിൽ സൊല്യൂഷൻസ് കാണാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അല്ലെങ്കിൽ ആ റൂട്ട്സിന് വേറെ വല്ല പ്രത്യേകതയുണ്ടോ, ഹെഡിങ്ങിലുള്ള പോലെ തന്നെ റൂട്ട്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. നമ്മൾ നോർമലി ന്യൂമറിക്കൽ ഇക്വേഷൻസ് എന്ന് പറയാറുണ്ട്. അതൊന്നുമില്ല, ആ ഇക്വേഷൻസിലെ കോഎഫിഷ്യൻസൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. ഈ ടേം ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ന്യൂമറിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻസ് ഒക്കെ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ 2x³ + 3x² + 1 = 0 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് ന്യൂമറിക്കൽ ഇക്വേഷൻസ്. ലിറ്ററൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞത്. ഇതിൽ നോക്കി നോക്കൂ, നമ്പേഴ്സിന് പകരം ABCD ഇങ്ങനെയാണ് കോഎഫിഷ്യൻസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ലിറ്ററൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോഎഫിഷ്യൻസ് ഒക്കെ ലെറ്റേഴ്സ് ആയിരിക്കും. ഇനി ക്യൂബിക് ഇക്വേഷൻ്റെ ഒരു ലിറ്ററലായിട്ട് പറഞ്ഞാൽ നമ്മൾ AX³ + BX² + CX + D എന്നൊക്കെ പറഞ്ഞിട്ട് ലിറ്ററൽ ഇക്വേഷൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കാർഡനോസ് മെത്തേഡ് ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച പോലെ ഒരു ലിറ്ററൽ ഇക്വേഷൻ പറഞ്ഞിട്ട് അതിന് ജനറലായിട്ട് എങ്ങനെയാണ് സൊല്യൂഷൻ വരിക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫെറാറീസ് മെത്തേഡാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഹയർ ഡിഗ്രി ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡൊന്നും ഇല്ല. ഓക്കെ, കാർഡനോസ് മെത്തേഡ് പോലെയോ ഫെറാറീസ് മെത്തേഡ് പോലെയോ ഒരു ഡയറക്റ്റ് മെത്തേഡ് ഇല്ല ഹയർ ഡിഗ്രി ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത് ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഹയർ പവേഴ്സിലുള്ള ന്യൂമറിക്കൽ ഇക്വേഷൻസ്. ശ്രദ്ധിക്കുക, ലിറ്ററൽ ഇക്വേഷൻസ് ഇല്ല, ന്യൂമറിക്കൽ ഇക്വേഷൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് തന്നെ റിയൽ കോഎഫിഷ്യൻസിലുള്ള റിയൽ റൂട്ട്സ് ഉള്ളതാണ് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞല്ലോ, തേർഡ് ഡിഗ്രി ലിറ്ററൽ ഇക്വേഷൻ ആണെങ്കിലും കാർഡനോസ് മെത്തേഡ് ഉണ്ട്. ഫോർത്ത് ഡിഗ്രി ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫെറാറീസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒരു ഹയർ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ഇല്ല. നമ്മൾ ഇപ്പോൾ ഹയർ ഡിഗ്രി ലിറ്ററൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനൊന്നല്ല പോകുന്നത്. കുറച്ച് ഹയർ ഡിഗ്രിയിലുള്ള ന്യൂമറിക്കൽ ഇക്വേഷൻസ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള, അതും റിയൽ കോഎഫിഷ്യൻസ്, റിയൽ നമ്പേഴ്സൊക്കെ കോഎഫിഷ്യൻസ് ആയി വരുന്ന, റിയൽ റൂട്ട്സ് വരുന്ന കുറച്ച് ഇക്വേഷൻസ് മാത്രമേ ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിലറിയേണ്ട ഫസ്റ്റ് ടേമാണ് ഐസൊലേറ്റഡ് റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ. പേരിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള റിയൽ റൂട്ട്. ഡെഫിനിഷൻ വായിക്കാം. ഇഫ് ദർ എക്സിസ്റ്റ് ആൻ ഇൻ്റർവെൽ കണ്ടെയ്നിങ് ദ റൂട്ട് ആൻഡ് നോ അതേഴ്സ്. അതായത് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല ഇക്വേഷൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും, തേർഡ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തു. അങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3 റൂട്ടുകളൊക്കെ കിട്ടാറുണ്ട് അല്ലേ, ഡിഗ്രിക്ക് അനുസരിച്ച്. ആ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് പറയാൻ കഴിയണം. ആ ഇൻ്റർവെല്ലിനകത്ത് അത് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ ഞാൻ എക്സാമ്പിൾ കാണിക്കും, കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും. അങ്ങനെ ഒരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർവെല്ലിന് മാത്രമായി, ഒരു റൂട്ടിന് മാത്രമായിട്ട് ഒരു ഇൻ്റർവെല്ലിൽ പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് അല്ല. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി സെപ്പറേറ്റഡ് റിയൽ റൂട്ട്സ്, 2 റൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അത് സെപ്പറേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ രണ്ടും ഐസൊലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ സൊല്യൂഷനൊന്നും എങ്ങനെയെന്നുള്ള കാണിക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്തത് തന്നെയാണ്. ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. കാർഡനോസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. സപ്പോസ് എനിക്ക് സോൾവ് ചെയ്തിട്ട് 3 സൊല്യൂഷൻസ് അല്ലെങ്കിൽ 3 റൂട്ട്സ് കിട്ടിയെന്ന് കരുതാം. അതായത് x1 ഈക്വൽ ടു എന്ന് പറയുന്നതിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് -1.839, x2 പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരെണ്ണം -0.445, x3 പറഞ്ഞിട്ട് മൂന്നാമത്തത് 1.284. ഇതാണ് 3 റൂട്ട്സ് കിട്ടിയെന്ന് കരുതാം. ഓക്കെ, ഇത് 3ഉം ഐസൊലേറ്റഡ് റൂട്ട്സാണ്. കാരണം ഇവരെ 3 പേരെയും ഞാൻ സെപ്പറേറ്റ് ഇൻ്റർവെൽസിലായിട്ട് എനിക്ക് മാറ്റാൻ കഴിയും. ഇതിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഒരു ഇൻ്റർവെല്ലാണ് -2, -1. ഇതിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇൻ്റർവെൽ പറയാൻ കഴിയുമോ? -1, 0. ഇതിനെ മാത്രമാണെങ്കിൽ 1 യൂണിറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് 0, 2 എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഒരു ഇൻ്റർവെല്ലിനകത്ത് ആ റൂട്ട് മാത്രമേ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു ഇൻ്റർവെൽ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് ആണ്.
അതുപോലെ ഞാൻ ഈ x1 എടുത്തിട്ട് പറയുകയാണെങ്കിൽ അത് സെപ്പറേറ്റഡ് റിയൽ റൂട്ട്സ് എന്നും കൂടെ പറയാം. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ x1 x2 x3 ആർ സെപ്പറേറ്റഡ് റിയൽ റൂട്ട്സ് എന്ന് പറയാം. കാരണം ഓരോന്നും ഐസൊലേറ്റഡ് ആണ്. സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ x³ + x² - 2x - 1ൻ്റെ റൂട്ട്സ് സെപ്പറേറ്റഡ് റിയൽ റൂട്ട്സ് ആണ്. കാരണം അവരെങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ ഇൻ്റർവെലിനകത്ത് ഉള്ള ആളാണ് ഇയാൾ മാത്രമേ ഉള്ളൂ ഈ ഇൻ്റർവെലിനകത്ത്. അതുപോലെ ഈ ഇൻ്റർവെലിനകത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ, ഈ ഇൻ്റർവെലിനകത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇൻ്റർവെലിനകത്തേക്ക് ഒരു റൂട്ടിനെ മാത്രം, അങ്ങനെ ഒരു ഇൻ്റർവെൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് ഐസൊലേറ്റഡ്. ആ ടേം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഈ ടേം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഇനി നമ്മളൊരു പ്രൊപ്പോസിഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പ്രൊപ്പോസിഷൻ എന്നുള്ളത് സിമ്പിളാക്കി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഒരു റിയൽ കോവിഷൻസ് ഉള്ള, ശ്രദ്ധിക്കുക, റിയൽ കോവിഷൻസ് ഉള്ള ഒരു പോളിനോമിയൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് കരുതുക. C1x C2x² പ്ലസ് CnX⁻n വരെയുള്ള ഒരു റിയൽ കോവിഷൻ, അതായത് C1 C2 Cn ഒക്കെ റിയൽ കോവിഷൻസ് ആണ്, റിയൽ നമ്പേഴ്സാണ്. അങ്ങനെ ഒരു പോളിനോമിയൽ എടുത്താൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, അതായത് അബ്സല്യൂട്ട് വാല്യൂവിന് പകരമായിട്ടാണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് കൊടുക്കുന്നത്. എന്നാലേ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുള്ളൂ. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ, അതായത് മോഡുലസ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ലെസ് ദാൻ എനി ഗിവൺ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ്. അതായത് നിങ്ങൾ ഏതൊരു എപ്സിലോൺ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് ഇതിൻ്റെ വാല്യൂ ആ പോസിറ്റീവ് നമ്പറിനേക്കാൾ ചെറുതാവുന്ന രീതിയിൽ എക്സ് പറയാൻ കഴിയും. കൺഫ്യൂസിങ് ആണ്, അറിയാം. ഇപ്പം നിങ്ങൾ എപ്സിലോൺ ഈക്വൽ ടു ഒരു 1/2 പറഞ്ഞു തരുന്നത്, ഞാനൊരു ചെറിയ എക്സ് എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കും, എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇതിൽ എക്സ് കൊടുത്ത് C1 C2 ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയും ആ വാല്യൂ 1/2 കുറവാണെന്ന്. വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ, ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നിങ്ങൾ മോഡുലസ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ 1/2 മാറ്റിയിട്ട് ഒരു വാശിക്ക് 1/2 മാറ്റിയിട്ട് ഒരു 1/100 പറഞ്ഞു തരുന്നു. അപ്പോഴും എനിക്ക് എക്സ് ഞാൻ വളരെ ചെറുതാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിനേക്കാൾ കുറവാണെന്ന്. അതാണ് പറഞ്ഞത്. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ കൊടുത്ത് ആ എപ്സിലോണിനേക്കാൾ ചെറിയ ന്യൂമറിക്കൽ വാല്യൂ കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ വിത്ത് റിയൽ കോവിഷൻസ് ഉള്ള ഇങ്ങനെ ഒരു പോളിനോമിയലിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വിൽ ബി ലെസ് ദാൻ എനി ഗിവൺ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ്. നമ്മൾ ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു എക്സ് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആ എപ്സിലോണിനേക്കാൾ കുറവാക്കി മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്. പ്രൂഫ് നോക്കി നോക്കാം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫൊന്നുമല്ല, അല്ലെങ്കിൽ തിയറൊന്നുമല്ല, എന്നാലും പഠിച്ചോ. പ്രൂഫ് ഞാൻ ഇങ്ങനെ ഒരു f(x) പറഞ്ഞിട്ട് ഒരു പോളിനോമിയൽ എടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം C1 C2 Cn ഒക്കെ റിയൽ നമ്പേഴ്സാണ്. ഇനി എൻ്റെ ആവശ്യം എന്താ, ഏതൊരു എപ്സിലോൺ പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു എക്സ് പറയണം അല്ലേ. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന എക്സിൻ്റെ മോഡുലസ് 6 ആണെന്ന് കരുതാം. ഓക്കെ, സപ്പോസ് മോഡ് എക്സ് ഈക്വൽ ടു എന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മോഡ് എക്സ് ഈക്വൽ ടു 6 എന്ന് എടുത്തു. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സിൻ്റെ മോഡുലസ് വാല്യൂ 6 ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചു. ഇനി ആണ് പർപ്പസ് എന്താ, ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് നോക്കേണ്ടത്. ഓക്കെ, C1x + C2x² + CnX⁻n മോഡുലസ് വാല്യൂ. അപ്പോൾ മോഡ് f(x) പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് C1x + C2x² + CnX⁻n മൊത്തം മോഡുലസ്. അതിനെ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്തുകൊണ്ടായിരിക്കും? അവിടെ അത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയാണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് A + B ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് A + മോഡുലസ് ഓഫ് B എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വാല്യൂ കൂടുന്നു അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ n കഷ്ണങ്ങളുണ്ടാവും, n കഷ്ണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ വാല്യൂ അതായിരിക്കും കൂടുതൽ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു. ട്രയാങ്കിൾ ഇൻക്വാലിറ്റി. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, C1 × x C2 × x² എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യാം. മോഡ് C1 × mod x എന്ന് എഴുതാം, മോഡ് C2 × mod x² എന്ന് എഴുതാം, അങ്ങനെ മോഡ് Cn × mod x⁻n എന്ന് എഴുതാം. അവിടെ ഈക്വൽ ടു തന്നെ ഉണ്ടോ, വാല്യൂ മാറുന്നില്ല. ശരി, ഇനി മോഡ് x നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, 6 ആണ്. അപ്പോൾ മോഡ് എക്സിന് പകരം എനിക്ക് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മോഡ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ r² ആയിരിക്കും, കാരണം മോഡ് എക്സിൻ്റെ സ്ക്വയർ എന്തായാലും r² വരും. ഞാൻ മോഡ് C1 മോഡ് C2 ഒന്നും മാറ്റുന്നില്ല കേട്ടോ. മോഡ് Cn അതുപോലെ എഴുതി, മോഡ് x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r⁻n. മോഡ് എക്സിന് പകരം 6 എന്ന് കൊടുത്തിട്ടേ എല്ലാം ഒന്ന് മാറ്റി എഴുതി. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. മോഡ് f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് C1 × r പ്ലസ് മോഡ് C2 × r² പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് Cn × r⁻n. മോഡ് f(x) തുടങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് എത്തി.
ഇനി ഞാൻ ഈ മോഡ് C1 മോഡ് C2 മോഡ് CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കുമല്ലോ, അതിലൊരു മാക്സിമം നമ്പർ ഉണ്ടാവുമല്ലോ. നിങ്ങളൊരു N നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാക്സിമം നമുക്ക് എടുക്കാമല്ലോ. ഓക്കെ, അതായത് മോഡ് C1ൻ്റെയും മോഡ് C2ൻ്റെയും മോഡ് CNൻ്റെയും മാക്സിമം ആയിട്ട് നമ്മൾ C എന്നൊറ്റ ലെറ്റർ എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാക്സിമം ആയിട്ട് C. നിങ്ങൾ ഏത് N നമ്പേഴ്സ് പറഞ്ഞോ ഞാൻ അതിനൊരു മാക്സിമം പറഞ്ഞുതരാം. പോസിബിളാണ് അല്ലേ? അപ്പോൾ ആ നമ്പർ ഞാൻ C ആയിട്ട് എടുത്തു. ഇനി ഞാൻ ഈ C1ന് C2നും CNനൊക്കെ പകരം എനിക്ക് C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ഓക്കെ, മോഡ് f(x) > മോഡ് C1 × R പ്ലസ് മോഡ് C2 × R² പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് CN × R എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിൽ മോഡ് C1ന് പകരം C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മോഡ് C2ന് പകരം C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മോഡ് CNന് പകരം C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനേക്കാളൊക്കെ വലിയ വാല്യൂ അല്ലേ? അപ്പോൾ എന്തായാലും ഈ വാല്യൂ ഇതിനേക്കാൾ കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇട്ടിട്ട് എല്ലാ C വാല്യൂസിനും പകരം ഒറ്റ C വാല്യൂ എഴുതാമല്ലോ. ഇതിൻ്റെ എല്ലാത്തിനേക്കാൾ കൂടുതലാണ് C വാല്യൂ. അപ്പോൾ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതാം. എല്ലാത്തിൻ്റെയും മാക്സിമം വാല്യൂ ആയതുകൊണ്ട് ശരി. ഇനി എല്ലാത്തിലും C ഉണ്ടാവും കൊണ്ട് നമുക്ക് C പുറത്തേക്ക് എടുക്കാം. പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്താ ഉണ്ടാവുക? R+R² പ്ലസ് എക്സെട്ര പ്ലസ് R⁻n അല്ലേ? C × അങ്ങനെ വരും. പിന്നെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, കാരണം ഇവിടെ ഇക്വേഷൻ 1 ബിക്കംസ് എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വലുതൊന്നുമില്ല. അപ്പോൾ ഞാൻ C × ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാനല്ല നിങ്ങളും കണ്ടിട്ടുണ്ട്. R+R² പ്ലസ് എക്സെട്ര പ്ലസ് R⁻n ഒരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷനാണ്, അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് ആണ്. അല്ലേ, സീരീസ് എന്നാണ് പറയുക. നമ്മൾ ജോമെട്രിക് പ്ലസ് ഇട്ടിട്ടല്ലേ എഴുതുന്നത്, ജോമെട്രിക് സീരീസ് ആണ്. ഓക്കെ, ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള GP എന്ന് എഴുതിയിട്ടുള്ള ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം Aയും കോമൺ റേഷ്യോ R ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് ഫസ്റ്റ് N ടേംസ് നമ്മൾ +1 ലെവലിൽ പഠിക്കുന്നുണ്ട്. A × 1 - R⁻n / 1 - R എന്ന് പഠിച്ചിട്ടില്ല എന്നുണ്ട്, ഓർമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ പോയി എടുത്ത് നോക്കുക. ഫസ്റ്റ് ടേം Aയും കോമൺ റേഷ്യോ R എന്നുണ്ടെങ്കിൽ A × 1 - R⁻n / 1 - R. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? R-ൻ്റെ വാല്യൂ <1 ആകുമ്പോഴാണ്. ഞാൻ R-ൻ്റെ വാല്യൂ <1 ആയിട്ട് എടുക്കാൻ റീസൺ ഒന്നുമില്ല. നമ്മൾ മോഡ് X ആണ് R ആയിട്ട് എടുത്തത്, സഫിഷ്യൻ്റ്ലി സ്മാൾ X എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് മോഡ് R <1 2 നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് തല പോകേണ്ട. അവിടെ R <1 ആണെന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഓക്കെ, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ സം എന്താ വരിക? ഇവിടെ ഫസ്റ്റ് ടേം എന്താ? R. ഫസ്റ്റ് ടേം ഇൻറ്റു 1 - കോമൺ റേഷ്യോയും R തന്നെയാണ് അല്ലേ? R × R² അല്ലേ? R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം, ഡിവൈഡ് ബൈ 1 - R. അങ്ങനെയല്ലേ വരിക? ഈ വാല്യൂ R/1 - R എന്ന് ഞാൻ എഴുതി. എന്തുകൊണ്ടായിരിക്കും? കാരണം സിമ്പിളാണ്. ഈ 1 - R⁻n ഉണ്ടല്ലോ, 1 - R⁻n 1നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആവുമല്ലോ. 1ൽ നിന്നൊരു നമ്പർ കുറയ്ക്കല്ലേടാ, അപ്പോൾ എന്തായാലും 1നേക്കാൾ കുറഞ്ഞ വാല്യൂ ആവുമല്ലോ. അങ്ങനെ അപ്പോൾ ഈ നമ്പറിന് പകരം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ R × 1 - R⁻n എന്നുള്ള ടേമാണുള്ളത്. ഇവിടെ R × 1 ഒന്നും താഴെ ഉള്ളത് അല്ലേ? അപ്പോൾ ഇതായിരിക്കുമോ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് R × 1 ആയിരിക്കും. സോ എനിക്ക് പറയാം R+R² പ്ലസ് എക്സെട്ര പ്ലസ് R⁻n വിൽ ബി R/1 - R എന്ന് പറയാം. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒരുപാട് തല പോകേണ്ട, നിങ്ങൾ അവിടെ അങ്ങനെ പഠിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ജോമെട്രിക് സീരീസ് ആണ്. സമ്മ് കണ്ടുപിടിച്ചു. 1 - R⁻n 1നേക്കാൾ കുറവായതുകൊണ്ട് ഞാൻ 1 - R⁻n പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന ഇക്വേഷനകത്ത് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, അതിന് പകരം അതിനേക്കാൾ വലിയൊരു നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, R/1 - R. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് ഈ ഇത്രയും ഭാഗത്തിന് പകരം ഞാൻ അതിനേക്കാൾ വലിയൊരു നമ്പർ R/1 - R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ഇപ്പോൾ ഓൾറെഡി f(x) < അല്ലേ കിടക്കുന്നത്, അതൊന്നും കൂടെ ലെസ്താൻ ആവുന്നുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോഡ് f(x) C × ഇതിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? R/1 - R. C × R/1 - R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. മോഡ് f(x)ൻ്റെ വാല്യൂ C × R/1 - Rനേക്കാൾ കുറവായിരിക്കും കിട്ടിയിട്ടുണ്ട്. R-ൻ്റെ വാല്യൂ 1നേക്കാൾ കുറവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം മോഡ് X-ൻ്റെ വാല്യൂ നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 1നേക്കാൾ ചെറുതായിക്കോട്ടെ, മാക്സിമം നമുക്ക് ചെറുതാക്കാം. ഇത്രയും നമ്മൾ എത്തിച്ചു. ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ഇതാ കിട്ടിയത്. മോഡ് f(x) CR/1 - R ഗിവൺ R <1 അല്ലേ? നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മുടെ
തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എക്സിൻ്റെ വാല്യൂ ചെറുതാക്കിയിട്ട് മോഡ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്സിലോണിനേക്കാൾ താഴെ കൊണ്ടുവരാം. ഇതല്ലേ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഞാനൊരു എപ്സിലോൺ എടുത്തു എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിലൊരു എപ്സിലോൺ എടുത്തു തന്നു കരുതുക. ഞാൻ പകരം ഒരു എക്സ് തരണ്ടേ? അപ്പോൾ ആ എക്സ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം CR/1 - R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് എക്സിനേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ CR/1 - R എപ്സിലോണിനേക്കാൾ ചെറുതാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോഡ് എഫ് ഓഫ് എക്സ് എപ്സിലോണിനേക്കാൾ ചെറുതായിക്കോളുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ CR/1 - R എപ്സിലോണിനേക്കാൾ ചെറുതാവുന്ന എപ്പോഴാണ് നോക്കാൻ പോവുക? CR/1 - R ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊടുത്തു. അപ്പോൾ 1 - R കണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ CR ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു CR കണ്ട് കൊണ്ടുപോയി 1 - R കണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ CR ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു 1 - R എന്ന് കൊടുത്തു. ഇനി നമുക്കിന്ന് ആറാണ്, ആറിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കണം എന്നാണ് നമുക്ക് തീരുമാനിക്കാം. അതായത് മോഡ് എക്സിൻ്റെ വാല്യൂ, അതായത് ഇതിന്ന് 6 സോൾവ് ചെയ്യാൻ പോവാം. CR ലെസ് ദാൻ എപ്സിലോൺ മൈനസ് ബ്രാക്കറ്റ് പൊളിച്ചതാണ്, എപ്സിലോൺ മൈനസ് എപ്സിലോൺ R എന്ന് വന്നു. ഇനി ആറുള്ള ടേം ഈ മൈനസ് എപ്സിലോൺ R ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ CR പ്ലസ് എപ്സിലോൺ R ലെസ് ദാൻ എപ്സിലോൺ എന്നാവും. ഇതിൽ രണ്ടിലും R ഉള്ളതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. R ഇൻറ്റു C പ്ലസ് എപ്സിലോൺ വരും, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാവും. ഇനി R ഇല്ലാത്ത C പ്ലസ് എപ്സിലോൺ ഇങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് Rന് സോൾവ് ചെയ്യാണല്ലോ വേണ്ടത്. R ലെസ് ദാൻ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ഇത് 1നേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കുമല്ലോ, കാരണം എപ്സിലോൺ ന്യൂമറേറ്റർ, C പ്ലസ് എപ്സിലോൺ ഡിനോമിനേറ്റർ. എന്തായാലും 1നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും, കാരണം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എടുത്തു കഴിഞ്ഞു, ആറിൻ്റെ വാല്യൂ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാണെങ്കിൽ CR/1 - R എപ്സിലോണിനേക്കാൾ കുറവായിക്കോളും. ഓക്കെ, ചെയ്തു വന്നപ്പോൾ നമുക്കതല്ലേ മനസ്സിലായത്? ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ധാരണ കിട്ടും. നമ്മൾ ചെയ്തു വന്നത് CR/1 - R എങ്ങനെ എപ്സിലോണിനേക്കാൾ ചെറുതാക്കുന്ന ചെയ്ത് വന്ന് സോൾവ് ചെയ്തപ്പോൾ ആറിൻ്റെ വാല്യൂ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാക്കിയാൽ മതി എന്ന് മനസ്സിലായി. ഇനി കൺക്ലൂഡ് ചെയ്യുന്നു. ആറിൻ്റെ വാല്യൂ, അതായത് നിങ്ങൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ മോഡ് എക്സിൻ്റെ വാല്യൂ ആണ് 6 അല്ലേ? ആ വാല്യൂ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കി നോക്കാം. സപ്പോസ് അല്ലെങ്കിൽ ഇഫ് R ലെസ് ദാൻ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോൺ, R എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ബാക്കിലേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? CR/1 - R എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും അല്ലേ? ഓക്കെ, CR/1 - R എപ്സിലോണിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ CR/1 - Rനേക്കാൾ കുറവാണ് മോഡ് എഫ് ഓഫ് എക്സ് അല്ലേ? CR/1 - R എപ്സിലോണിനേക്കാൾ കുറവാണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് CR/1 - Rനേക്കാൾ കുറവായതുകൊണ്ട് മോഡ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സിനേക്കാൾ കുറവായിരിക്കും. മോഡ് എഫ് ഓഫ് എക്സ് CR/1 - Rനേക്കാൾ കുറവാണ്. ആ CR/1 - R എപ്സിലോണിനേക്കാൾ കുറവാണ്. സോ അതിൻ്റെ മീനിങ് എന്താ? മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എപ്പോൾ? മോഡ് എക്സിൻ്റെ വാല്യൂ എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാക്കി എടുത്താൽ മതി. ഓക്കെ, കുറച്ച് എന്താ പറയുക, എന്തിനാ അതൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പോകുന്നൊരു തിയറമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സമ്മറി പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യം ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് എപ്സിലോണിനേക്കാൾ കുറവ് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ എക്സ് എങ്ങനെ എടുക്കണം എന്നാ ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു എപ്സിലോൺ നിങ്ങളുടെ മുന്നിൽ തന്നു കരുതാം. നിങ്ങൾക്ക് ഈ എഫ് ഓഫ് എക്സിനകത്ത് ഒരു C1 C2 അങ്ങനെ CN എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ മാക്സിമം കണ്ടുപിടിക്കുക, മോഡുലസ് കണ്ടുപിടിച്ചിട്ട് മാക്സിമം ഏതാണെന്ന് ചെക്ക് ചെയ്യാം, അത് C ആയിട്ട് എടുക്കുക. ഓക്കെ, തന്ന പോളിനോമിയലിൻ്റെ കോവിഷൻസ് എടുത്തിട്ട് മോഡുലസ് എടുത്തിട്ട് അതിൻ്റെ മാക്സിമം C എന്ന വാല്യൂ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നൊരു എപ്സിലോൺ ഉണ്ടാവും, നിങ്ങൾ കണ്ടുപിടിച്ചൊരു C ഉണ്ടാവും. അത് വെച്ചിട്ട് എപ്സിലോൺ ബൈ C പ്ലസ് എപ്സിലോൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഈ നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ഇനി എക്സ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ ഇതിനേക്കാൾ കുറവാവുന്ന രീതിയിൽ. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു 0.2 ആണെന്ന് കരുതാം, സപ്പോസ് അങ്ങനെ കരുതാം. നിങ്ങളുടെ എക്സ് എങ്ങനെ എടുത്താൽ മതി? 0.1 എടുത്താൽ മതി. ഇതിനേക്കാൾ കുറവാവുന്ന രീതിയിലൊരു എക്സ് എടുക്കുക. അങ്ങനത്തെ ഒരു എക്സിന് ഉറപ്പായിട്ടും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് പ്രൂഫ്.
ഓക്കെ, പ്രൂഫ് എത്രയേ ഉള്ളൂ. ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ. ഓക്കെ, ആ എക്സ് എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡ് എക്സ് എപ്സിലോൺ ബൈ സി പ്ലസ് എപ്സിലോണിനേക്കാൾ കുറവാവുന്ന രീതിയിലാണ് നിങ്ങൾ എക്സ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു നല്ല പ്രൊപ്പോസിഷനാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിയായിട്ടൊന്ന് എഴുതി പഠിച്ചു നോക്കുക. ഇതിൽ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതി നോക്കിക്കോളൂ. ഇനി ഈ പ്രൊപ്പോസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാല്ലേ തോന്നിപ്പോകുന്ന ഒന്ന് രണ്ട് കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇതിൻ്റെ സബ്ബായിട്ട് കൊറോളറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നല്ല ഒന്ന് രണ്ട് റിസൾട്ടുകൾ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അത് ഏതൊക്കെ നോക്കി നോക്കാം. ഫോർ എക്സ് സഫിഷ്യൻ്റ്ലി സ്മാൾ ഇൻ ആബ്സലൂട്ട് വാല്യൂ, അതായത് നിങ്ങൾ ചെറിയൊരു എക്സ് എടുത്തു, ആബ്സലൂട്ട് വാല്യൂ കാണുമ്പോൾ 0.01 അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് എക്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഫിഷ്യൻ്റ്ലി സ്മാൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഈ രീതിയിൽ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ എന്നുള്ള ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു പേര് അത്രയേ ഉള്ളൂ. k0 പ്ലസ് k1x പ്ലസ് k2x² പ്ലസ് kn(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയലിൻ്റെ സൈന് ദ സെയിം ആസ് ദാറ്റ് ഓഫ് k0. അതേ സൈനായിരിക്കും നിങ്ങൾക്ക് ഫൈ ഓഫ് എക്സ് ആയി കിട്ടുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ചെറിയൊരു എക്സ് എടുത്തിട്ട് ഈ പോളിനോമിയലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിൻ്റെ സൈന് k0 അതേ സൈനായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൂഫ് നോക്കി നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫൈ ഓഫ് എക്സ് പറഞ്ഞിട്ട് ഒരു പോളിനോമിയൽ ഉണ്ട്, 2 + 3x + 4x². നിങ്ങൾ എക്സിൻ്റെ ചെറിയൊരു വാല്യൂ എടുത്ത് തരാം, 0.001 എടുത്ത് തരുതാം. നിങ്ങളിതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെ പറയും, കാരണം ഇവിടെ 2 ആണ്. അല്ലാതെ ഇത് ക്ലിയർ ആണ്. 2+ ഇവിടെ ഇനി എല്ലാം പ്ലസ് അല്ലേ, അത് ആർക്കാ പറയാൻ കഴിയുമെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഇവിടെ മൈനസ് ആണെന്ന് എഴുതാം, അപ്പോൾ കൺഫ്യൂസ് ആവുമല്ലോ. എന്നാലും ഞാൻ പറയും പോസിറ്റീവ് നമ്പർ ആയിരിക്കുന്നു. റീസൺ സിമ്പിളാണ്. നിങ്ങളെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അത്രയും ചെറിയ എക്സുകൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ, ചിലപ്പോൾ ഇതിലും ചെറിയ എക്സ് എടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ചെറിയ എക്സുകൾക്ക് ഇങ്ങനെ ഒരു പോളിനോമിയലിൻ്റെ സൈന് തീരുമാനിക്കുന്നത് ഫസ്റ്റത്തെ കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൂഫ് സിമ്പിളാണ്, ചെയ്ത് നോക്കാം. ഈ പ്രൊപ്പോസിഷൻ വെച്ചിട്ടാണ് പറയുന്നത്, പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫൈ ഓഫ് എക്സ് പറഞ്ഞിട്ടൊരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട് കരുതാം. k0 പ്ലസ് k1x പ്ലസ് k2x² പ്ലസ് എക്സെട്ര പ്ലസ് kn(x) എന്ന് പറഞ്ഞിട്ട് k0 0 അല്ലല്ലോ, അങ്ങനെയല്ലേ? നമ്മുടെ k0 0 ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈന് പറയാൻ പറ്റുള്ളൂ? ഇല്ല. അപ്പോൾ k0 0 അല്ലാത്തതുകൊണ്ട് k0 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്താവും? ഇതിൽ നിന്ന് k0 പുറത്ത് പോയി കഴിഞ്ഞാൽ 1, ഇവിടെ നിന്ന് k0 പോയി കഴിഞ്ഞാൽ k1/k0x. എല്ലാത്തുനിന്നും k0 പുറത്തേക്ക് എടുക്കാൻ k0 എല്ലാവരും ഇല്ലല്ലോ എന്നായിരിക്കും ആദ്യം മനസ്സിൽ വന്ന ചോദ്യം. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് k0 എഴുതി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. k0 പുറത്തേക്ക് എടുത്തു, 1 + k1/k0x k2/k0x² പ്ലസ് എക്സെട്ര പ്ലസ് kn/k0(x)². ഓക്കെ, k1/k0 ഈ റാഷണൽ നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തലവേദനയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് അതെന്തോ ആയിക്കോട്ടെ, k1/k0 ഞാൻ c1 ആയിട്ട് എടുത്തു, k2/k0 ഞാൻ c2 ആയിട്ട് എടുത്തു, kn/k0 ഞാൻ cn ആയിട്ട് എടുത്തു. ഇനി ഒന്ന് വായിച്ച് നോക്കും. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു k0 × 1 + c1x + c2x² പ്ലസ് എക്സെട്ര പ്ലസ് kn(x) എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് തന്ന പോളിനോമിയലിനെ ഞാൻ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. k0 പുറത്തേക്ക് എടുത്തിട്ട് ഉള്ളിൽ വേറൊരു പുതിയ പോളിനോമിയലാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു k0 × 1 + c1x + c2x² പ്ലസ് എക്സെട്ര പ്ലസ് kn(x) k0 പുറത്താണ്. അതിൽ c1 ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ k1/k0, c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k2/k0, ci എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് k/k0. ഇനി ഇതവിടെ നിൽക്കട്ടെ, മൊത്തത്തിൽ അവിടെ നിൽക്കട്ടെ. ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇയാൾക്ക് വല്ല പ്രത്യേകത ഉണ്ട് നോക്കി നോക്കാം. c1x മൊത്തത്തിൽ എടുക്കുന്നില്ല ഞാൻ, 1 കൂടെ അവിടെ നിൽക്കട്ടെ. 1നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കൺസിഡർ ചെയ്യാം. നിങ്ങൾ നോക്കി നോക്കാം, c1x + c2x² പ്ലസ് എക്സെട്ര പ്ലസ് kn(x) എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ തൊട്ടുപിന്നത്തെ പ്രൊപ്പോസിഷൻ എന്തായിരുന്നു? ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. സോറി, പ്രൊപ്പോസിഷനിൽ പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഇതിൽ കോൺസ്റ്റൻറ്റ് ടേം കാണാമല്ലോ. കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, ശ്രദ്ധിക്കുക. കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്തൊരു പോളിനോമിയലിനാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രൊപ്പോസിഷൻ പറഞ്ഞത്, പ്രൂവ് ചെയ്തത്. ഇതിൽ കോൺസ്റ്റൻറ്റ് ടേം c0 എന്നൊരു ടേം ഇല്ല. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്തൊരു പോളിനോമിയലിനാണ് കഴിഞ്ഞ റിസൾട്ട് പ്രൊപ്പോസിഷൻ നമുക്ക് വർക്കാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ c1 c2 ഇപ്പോൾ കിട്ടിയ ഈ 1 + c1x + c2x² പ്ലസ് kn(x) ഉണ്ടല്ലോ, അതിൽ ഞാൻ ആ c1x + c2x² പ്ലസ് kn(x) മാത്രം മാറ്റി എഴുതിയിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്യാൻ പോവുക.
നമ്മുടെ കഴിഞ്ഞ പ്രൊപ്പോസിഷൻ പ്രകാരം ഇങ്ങനൊരു പോളിനോമിയൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് C1x പ്ലസ് C2x² പ്ലസ് CNx റേസ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ അല്ലേ. ഓക്കെ, ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് എടുത്ത് നിർത്താം. ഒരു എക്സ് ഉണ്ടാവുമല്ലോ അവിടെ. ഒരു എപ്സിലോൺ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദർ എക്സ് ദാൻ എക്സ്, സച്ച് ദാറ്റ് ഇതിൻ്റെ മോഡുലസിൻ്റെ വാല്യൂ ലെസ് ദാൻ 1/2 ആവുന്ന രീതിയിൽ, ആ എപ്സിലോണിനേക്കാൾ കുറവാവുന്ന രീതിയിൽ ഒരു എക്സ് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. ഷുവറാണല്ലോ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് C1x പ്ലസ് C2x² പ്ലസ് എക്സെട്ര പ്ലസ് CNx റേസ് ലെസ് ദാൻ 1/2 ആവുന്ന ഒരു എക്സ് അവിടെ ഉണ്ടാവും. മോഡുലസ് അല്ലേ, മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 1/2ൻ്റെയും -1/2ൻ്റെയും ഇടയ്ക്കായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ മോഡുലസ് ഒഴിവാക്കി കഴിഞ്ഞാൽ -1/2 ലെസ് ദാൻ C1x പ്ലസ് C2x² പ്ലസ് എക്സെട്ര പ്ലസ് CNx റേസ് ലെസ് ദാൻ 1/2 എന്ന് പറയാം. ഇനി നമ്മൾ തിരിച്ചു വരാം. C1x ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഇങ്ങനെയല്ലേ വന്നത്, ഒരു 1 കൂടെ ഉണ്ടായിരുന്നില്ലേ? അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ത്രൂ ഔട്ട് 1 ആഡ് ചെയ്യാം. ഇനീക്വാലിറ്റീൻ്റെ ഇവിടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ റെഡ് ഇങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഇനീക്വാലിറ്റീൻ്റെ ഇവിടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ ഒരു 1 എഴുതി കൊടുത്തു. നമുക്കിതിൻ്റെ കൂടെ 1 വേണം, അതുകൊണ്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു. 1 + 1/2. എല്ലാത്തിലും ഞാൻ 1 എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. സോ 1 - 1/2 പറഞ്ഞാൽ 1/2. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ളത് 1 + C1x പ്ലസ് C2x² പ്ലസ് CNx റേസ് ലെസ് ദാൻ 3/2. നോക്കി നോക്കടാ, ഈ വാല്യൂ ഇപ്പോൾ എന്താ വന്നത്? 1/2 ലെസ് ദാൻ ഈ വാല്യൂ ലെസ് ദാൻ 3/2. അതായത് ഈ വാല്യൂ 1/2ൻ്റെയും 3/2ൻ്റെയും ഇടയ്ക്കായിരിക്കുന്നു. വിച്ച് മീൻസ് 1 + C1x പ്ലസ് C2x² പ്ലസ് എക്സെട്ര പ്ലസ് CNx റേസ് ഈസ് പോസിറ്റീവ് ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ് അല്ലേ. ഓക്കെ, ഒരു പർട്ടിക്കുലർ എക്സിന് ഈ വാല്യൂ പോസിറ്റീവ് ആവുന്ന കിട്ടിയത്. അപ്പോൾ എക്സ് വീണ്ടും ചെറുതാക്കി കഴിഞ്ഞ് ഇനിയും ചെറുതാക്കിക്കൂടെ? ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ എക്സിനേക്കാൾ താഴെയുള്ള എക്സ് വാല്യൂസിന് നമുക്ക് 1 + C1x പ്ലസ് C2x² പ്ലസ് CNx റേസ് പോസിറ്റീവ് ആണെന്ന് കിട്ടും. 1/2ൻ്റെയും 3/2ൻ്റെയും ഇടയ്ക്കാണ് വാല്യൂ. ഓക്കെ, ശരി. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. φ(x) ഈക്വൽ ടു, ഇതിൽ നിന്നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. φ(x) ഈക്വൽ ടു K0 ഇൻറ്റു, ഫോക്കസ് പോകുന്നു, φ(x) ഈക്വൽ ടു K0 ഇൻറ്റു 1 + C1x പ്ലസ് C2x² പ്ലസ് CNx റേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ φ(x) ഈക്വൽ ടു ഈ ടേം ഉണ്ടല്ലോ K0 ഇൻറ്റു ഇത് എന്താവുന്ന നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്? പോസിറ്റീവ് ആവുന്നല്ലേ പറഞ്ഞു വെച്ചത് ഈ ബ്രാക്കറ്റിനകത്തുള്ളത്? ഇതൊരു പോസിറ്റീവ് നമ്പർ ആവുന്നുണ്ടെങ്കിൽ φ(x)ൻ്റെ സൈൻ ആരായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക? K0 പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് φ(x)ഉം പോസിറ്റീവ്. K0 നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് φ(x) നെഗറ്റീവ്. അതായത് φ(x) വിൽ ഹാവ് ദ സെയിം സൈൻ ആസ് K0. φ(x)ന് K0ൻ്റെ അതേ സൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ബ്രാക്കറ്റിനകത്തുള്ളത് പോസിറ്റീവ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ K0 പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് φ(x)ഉം പോസിറ്റീവ് ആവും. K0 നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് φ(x) നെഗറ്റീവ് ആവും. ഓക്കെ, φ(x)ൻ്റെ സൈന് തീരുമാനിക്കുന്നത് K0 ആണെന്നാണ് പറഞ്ഞു വെച്ചത് ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ്. ഇനി അടുത്തൊരു കോൺസിക്വൻസ്. ഓക്കെ, ഇതുപോലെ ഇത് അടുത്ത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പോളിനോമിയൽ ഉണ്ട്. ഇപ്പോൾ കോഫിഷ്യൻസ് A, B, C ഇങ്ങനെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ കൊടുത്തിരിക്കുന്ന കാരണമുണ്ട്. A, B, C എന്ന് പറഞ്ഞിട്ട് കോഫിഷ്യൻസ് ഉണ്ട്. എല്ലാം ഒന്നും 0 അല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോളിനോമിയൽ എന്തായാലും അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രധാനപ്പെട്ട ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന അസെൻഡിങ് ഓർഡറിലാണ് പവറുകൾ. അതായത് M, N, P ഇങ്ങനെയൊക്കെയല്ലേ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഞാൻ M, M+1, M+2 ഇങ്ങനെ കൊടുക്കാത്തതിൻ്റെ റീസൺ ആ പവേഴ്സൊക്കെ ഉണ്ടാവില്ലെന്ന് ഉറപ്പില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇത്രയും നോക്കണ്ടുള്ളൂ. ഈ പവറുകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പവറുള്ള ആൾ ആദ്യം എന്ന ഓർഡറിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ പോളിനോമിയലിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് AX⁻m ആയിരിക്കും.
നിങ്ങളോട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വലിയൊരു പോളിനോമിയൽ കയ്യിൽ തന്നിട്ട് ഇതിൻ്റെ ഒരു വാല്യൂ നിങ്ങളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. വേണമെങ്കിൽ എക്സ് ഈക്വൽ ടു ഒരു 0.87 ചെറിയൊരു വാല്യൂ തന്നു. എന്നിട്ട് വലിയൊരു പോളിനോമിയൽ നിങ്ങളുടെ കയ്യിൽ തന്നു. എന്നിട്ട് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേഗം ഒന്ന് സൈൻ എന്താവുന്നൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഏറ്റവും കുറഞ്ഞ പവറുള്ള ടേം കൊണ്ട് എടുക്കുക, അതിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണോ സൈന് കിട്ടുന്നത് അതേ സൈൻ തന്നെ ആയിരിക്കും ഇതിനും. ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സെയിം സൈൻ ആസ് ദാറ്റ് ഓഫ് ദ ലോവസ്റ്റ് ടേം എക്സ് റേസ്റ്റ് എമ്മിൻ്റെ അതേ സൈൻ ആയിരിക്കും ഉണ്ടാവുക എന്ന്. അത് എക്സ് റേസ്റ്റ് എം പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പവറുള്ള ടേം. നോക്കി നോക്കാം. ഇതിന് പ്രൂഫ് സിമ്പിളാണ്. നമുക്കറിയാം എം എൻ പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണ്, എം ആയിരിക്കും ഏറ്റവും കുറവെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, ഏതുവരെ ഉണ്ടാവുന്നത്. അതാണ് ഫൈനലായിട്ട് ഒന്നും എഴുതാത്തത്. എക്സ് റേസ്റ്റ് എം പ്ലസ് ബി എക്സ് റേസ്റ്റ് എൻ പ്ലസ് സി എക്സ് റേസ്റ്റ് പി എന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുക്കാൻ പറ്റും. കാരണം എക്സ് റേസ്റ്റ് എം ആണ് ലീസ്റ്റ് പവർ. അപ്പോൾ എക്സ് റേസ്റ്റ് എം എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഇനി ഞാൻ നേരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എ എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുത്തു കരുതുക. ഈ ടേമിൽ മാത്രമേ ഉള്ളൂ എ എന്ന നമ്പർ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി, ബൈ എ കൊടുത്താൽ മതി. എ എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഇന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ആയി പോവും. ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി ബൈ എ എഴുതി കൊടുക്കുക. എക്സ് റേസ്റ്റ് എന്നിൽ എന്തായാലും എക്സ് റേസ്റ്റ് എം ഉണ്ട്, കുറച്ച് എക്സ് റേസ്റ്റ് എം പോയി കഴിഞ്ഞാൽ എക്സ് റേസ്റ്റ് എൻ മൈനസ് എം ആവും. പ്ലസ് അടുത്തതിൽ നിന്ന് എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സി ബൈ എ ആവും, എക്സ് റേസ്റ്റ് പി മൈനസ് എം. ജസ്റ്റ് എക്സ് റേസ്റ്റ് എമ്മും പുറത്തേക്ക് എടുക്കുക, എയും പുറത്തേക്ക് എടുക്കുക. ഫസ്റ്റ് ടേം 1 ആവും. ബാക്കിയുള്ള നിങ്ങൾ ഒരുപാട് മൈൻഡ് ചെയ്യേണ്ട, കൺസേൺ ആവണ്ട. എല്ലാത്തിനും ബൈ എ കൊടുക്കുക, എല്ലാത്തിനും മൈനസ് എമ്മും കൊടുത്ത് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമാറ്റിൽ വന്നിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ തന്ന പോളിനോമിയൽ ഇതായിരുന്നു. അതിന് എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കിട്ടും. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് അവിടെ വെച്ചു. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണെന്ന് നോക്കി നോക്കാം, അതിൻ്റെ സൈൻ എന്തെങ്കിലും ആവുമോ എന്നുള്ളത്. അതായത് 1 പ്ലസ് ബി ബൈ എക്സ് റേസ്റ്റ് എൻ മൈനസ് എം പ്ലസ് സി ബൈ എക്സ് റേസ്റ്റ് പി മൈനസ് എം പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഫസ്റ്റ് കോൺസിക്വൻസിൽ എന്താ പറഞ്ഞത്, ഈ രീതിയിൽ ഫസ്റ്റ് കോൺസിക്വൻസിൽ പറഞ്ഞത് അതെ ഇങ്ങനൊരു ഫൈ ഓഫ് എക്സ് പറഞ്ഞ പോളിനോമിയൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് ആരാവുന്നാണ് പറഞ്ഞത്, ആ കോൺസ്റ്റൻ്റ് ടേം ആവുന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ രൂപത്തിലൊരു പോളിനോമിയലല്ലേ കിട്ടിയത്. അതായത് കോൺസ്റ്റൻ്റ് ടേം പ്ലസ് എക്സിൻ്റെ കുറേ പവറുകൾ, അത് എത്രയോ പവർ എന്തോ പവർ ആയിക്കോട്ടെ, എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ടേമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിനോമിയലല്ലേ കിട്ടിയത്. അതിൻ്റെ സൈൻ ആരായിരിക്കും തീരുമാനിക്കുക, ആ കോൺസ്റ്റൻ്റ് ടേം ആയിരിക്കും തീരുമാനിക്കുക. അതായത് 1 ആയിരിക്കും തീരുമാനിക്കുക. 1ൻ്റെ സൈൻ എന്താ, പോസിറ്റീവ്. സിംപ്ലി നമുക്ക് പറയാം, കോൺസിക്വൻസ് 1 പ്രകാരം ഇതിൻ്റെ സൈന് ദിസ് പോളിനോമിയൽ ഹാസ് സെയിം സൈൻ ആസ് ദാറ്റ് ഓഫ് കെ നോട്ട്. അതായത് ഇവിടുത്തെ കെ നോട്ട് എന്താ, 1 ആണ്. 1ൻ്റെ അതേ സൈൻ ആയിരിക്കും ഈ പോളിനോമിയൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. 1ൻ്റെ സൈൻ എന്താ, പോസിറ്റീവ്. അപ്പോൾ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, ഇതിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് ബി ബൈ എക്സ് റേസ്റ്റ് എൻ മൈനസ് എം പ്ലസ് സി ബൈ എക്സ് റേസ്റ്റ് പി മൈനസ് പ്ലസ് എക്സെട്ര ഈസ് പോസിറ്റീവ് ഫോർ സഫിഷ്യൻ്റ്ലി സ്മാൾ എക്സ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. കോൺസിക്വൻസ് 1 പ്രകാരം നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, ഈ ബ്രാക്കറ്റിനകത്തുള്ളതിന് 1ൻ്റെ അതേ സൈൻ ആയിരിക്കുന്നു. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമുക്ക് തന്ന പോളിനോമിയൽ. അതിനെ എക്സ് റേസ്റ്റ് എം ഇൻറ്റു സംതിങ് എന്ന് എഴുതി. ആ സംതിങ് എപ്പോഴും പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് എക്സ് റേസ്റ്റ് എം പ്ലസ് ബി എക്സ് റേസ്റ്റ് എൻ പ്ലസ് സി എക്സ് റേസ്റ്റ് പി പ്ലസ് എക്സെട്ര അത് തന്നതാണ്. എക്സ് റേസ്റ്റ് എം പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനകത്തുള്ളത് എപ്പോഴും പോസിറ്റീവ് ആവുമെന്നാണ് പറഞ്ഞത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എക്സ് കൊടുത്തു, എക്സ് റേസ്റ്റ് എം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൻ്റെ പോസിറ്റീവ് ഇതും പോസിറ്റീവ്. എക്സ് റേസ്റ്റ് എം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിൻ്റെ പോസിറ്റീവ് ഇതും നെഗറ്റീവ്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഇത്രയും വലിയ പോളിനോമിയലിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് എക്സ് റേസ്റ്റ് എം ആയിരിക്കുന്ന പറഞ്ഞത്. വിൽ ബി സെയിം ആസ് സൈൻ ദ സൈൻ ഓഫ് ഈ പോളിനോമിയൽ വിൽ ബി ആസ് സെയിം ആസ് എക്സ് റേസ്റ്റ് എം ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ എക്സ്. ഓക്കെ, അതെപ്പോഴും ഒന്ന് കൂടെ പറയാം, വലിയ വലിയ എക്സുകൾക്കൊന്നും ശരിയാവില്ല എന്ന്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ എക്സാമ്പിൾ ലാസ്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇനി ലാസ്റ്റ് കോൺസിക്വൻസ് ഇതും പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ഒന്ന് മാറ്റി പറയാം. ഇപ്പം അസെൻഡിങ് ഓർഡറിലല്ലേ പറഞ്ഞത്, ഇനി ഡിസെൻഡിങ് ഓർഡറിൽ
അതായത് എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 എ 2 എക്സ് റേസ് ടു എൻ മൈനസ് 2 അങ്ങനെ കുറഞ്ഞ് വന്നിട്ട് എ എന്നിലെത്തണം. ചില ടേമുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ടേമിലേക്ക് എത്തണം. ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവില്ല, അത് നിങ്ങൾ നോക്കണ്ട. ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി, നേരത്തെ അസെൻഡിങ് ഓർഡറിലാണ് പറഞ്ഞത്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ വ്യത്യാസം, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ സൈൻ തീരുമാനിക്കുക ഈ ടേം ആയിരിക്കും. ചേട്ടാ അതെങ്ങനെ ശരിയാവുക? നേരത്തെ പറഞ്ഞത് ഏറ്റവും ലീസ്റ്റ് പവറുള്ള ആളാണ് തൊട്ട് മുന്നത്തെ കോൺസിക്വൻസിലേ ഏറ്റവും ലീസ്റ്റ് പവറുള്ള എ എക്സ് റേസ് ടു എം ആണ് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ഏറ്റവും ഹയസ്റ്റ് പവർ, ഡിസെൻഡിങ് ഓർഡർ അല്ലേ, അപ്പോൾ ഇതായിരിക്കില്ല ഏറ്റവും ഹയസ്റ്റ് പവറുള്ളതാണ് സൈൻ തീരുമാനിക്കുക എന്ന് പറയുന്നു. ഒരു വ്യത്യാസമുണ്ട്, ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. ലാർജ് വാല്യൂസ് ഓഫ് എക്സിന് സൈൻ തീരുമാനിക്കുക ലീഡിങ് പവറായിരിക്കും, അല്ലെങ്കിൽ ലീഡിങ് പവറുള്ള ടേം ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. ഇത് മൂന്നും കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്നുള്ളത് കത്ത്. ഓക്കെ, എന്തായാലും ഇതും കൂടെ സിമ്പിൾ പ്രൂഫാണ്. തന്ന പോളിനോമിയൽ എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എന്നിന് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എ എക്സ് റേസ് ടു എൻ പുറത്തെടുത്ത പോലെ എ നോട്ട് എക്സ് റേസ് ടു എൻ ആ ഫസ്റ്റത്തെ ടേം പുറത്തേക്ക് എടുത്തു. ഏറ്റവും വലിയ പവറല്ലേ, എക്സ് റേസ് ടു എന്നെ പുറത്തേക്ക് എടുക്കാൻ ഇതിലൊന്നും എക്സ് റേസ് ടു എൻ ഉണ്ടാവില്ല. അപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പവർ നെഗറ്റീവായി പോകും. ഇവിടെ എൻ ഇല്ല, എൻ മൈനസ് 1 ഉള്ളൂ. അപ്പോൾ എൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താവും? അവിടെ -1 ആയി പോകും, നെഗറ്റീവ് പവർ ആ വരിക. എ നോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈ എ നോട്ട് കൊടുത്താൽ മതി. എല്ലാവരിലും ഒരു ബൈ എ നോട്ട് ഇതങ്ങനെ കൊടുക്കുക. എ നോട്ട് പുറത്തേക്ക് എടുത്തിടണം. അപ്പോൾ എല്ലാവരുടെയും അണ്ടറിൽ എ നോട്ട് കൊടുക്കുക. പിന്നെ എക്സ് റേസ് ടു എൻ എടുക്കാൻ എല്ലാവരുടെ അടുത്തുനിന്ന് എക്സ് റേസ് ടു എൻ ഇല്ല, ഇയാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രം 1 വരും, ബാക്കിയുള്ളടത്തൊക്കെ -1 -2. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ലാസ്റ്റ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ ഇല്ല, അപ്പോൾ ലാസ്റ്റ് ടേമിൽ എക്സ് റേസ് ടു -n കൊടുക്കുക. ജസ്റ്റ് എ നോട്ട് എക്സ് റേസ് ടു പുറത്തേക്ക് എടുത്ത് എഴുതി വെച്ചു. ഇനി ഈ ടേം നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു 1 പ്ലസ് എ 1 ബൈ എ നോട്ട് എക്സ് റേസ് ടു -1 പ്ലസ് എ 2 ബൈ എ നോട്ട് എക്സ് റേസ് ടു -2 അങ്ങനെ എൻ ബൈ എ നോട്ട് എക്സ് റേസ് ടു -1 -n തന്നിട്ടുണ്ട്. അതിന് ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. 1 പ്ലസ് എ 1 ബൈ എ നോട്ട് എക്സ് റേസ് ടു -1 ഓൾ റേസ് ടു 1, എക്സ് റേസ് ടു -1 ഞാൻ എക്സ് റേസ് ടു -1 ഓൾ റേസ് ടു 1 എഴുതിയിട്ടുണ്ട്. എ 2 ബൈ എ നോട്ട് എക്സ് റേസ് ടു -1 ഓൾ സ്ക്വയർ, അങ്ങനെ പോയി എ എൻ ബൈ എ നോട്ട് എക്സ് റേസ് ടു -1 ഓൾ റേസ് ടു 2 എന്ന് എഴുതിയിരിക്കണം n. അപ്പോൾ നോക്കി നോക്കൂ, ഇതൊരു പോളിനോമിയലാണ്. 1 പ്ലസ് എ 1 ബൈ എ നോട്ട് ഞാൻ എക്സ് റേസ് ടു -1 സം വൈ എന്ന് കൊടുത്ത് നിർത്താം. അപ്പോൾ എന്താവും? വൈ റേസ് ടു 1 എ 2 ബൈ എ നോട്ട് വൈ സ്ക്വയർ എക്സെട്ര പ്ലസ് എ എൻ ബൈ എ നോട്ട് വൈ റേസ് ടു n അങ്ങനെ പറഞ്ഞൂടെ? അതായത് ഇതൊരു പോളിനോമിയലാണ്. ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് റേസ് ടു -1 അഥവാ വൈ പറഞ്ഞൂടെ? ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് എക്സ് റേസ് ടു -1. നമ്മുടെ ഫസ്റ്റ് കോൺസിക്വൻസിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു പോളിനോമിയൽ കിട്ടിയാൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടേം അതിനകത്ത് ഉണ്ടെങ്കിൽ ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ്, ഇവിടെ വേരിയബിൾ എക്സ് റേസ് ടു -1 ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് റേസ് ടു -1 ഈ പോളിനോമിയലിൻ്റെ സൈൻ ആരാന്നാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞത്? 1 തീരുമാനിക്കുക അല്ലേ? അതായത് ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് റേസ് ടു -1 എക്സ് റേസ് ടു -1 സ്മോൾ വാല്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് ലാർജ് വാല്യൂസ് എടുക്കണ്ടേ? എടാ എക്സും 1/x തമ്മിലുള്ള ബന്ധം എന്താ? എക്സിന് ലാർജ് വാല്യൂസ് എടുക്കുമ്പോഴാണ് 1/xന് സ്മോൾ വാല്യൂസ് കിട്ടുക. അതായത് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് റേസ് ടു -1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സിന് ലാർജ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബോക്സിനകത്തുള്ള പോളിനോമിയൽ ഉണ്ടല്ലോ, അതിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് ഈ കെ നോട്ട് എന്ന 1 ആയിരിക്കും. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നു. ഈ ബോക്സിനകത്തുള്ള പോളിനോമിയലിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് 1 ആണ്, അതായത് പോസിറ്റീവ് ആയിരിക്കും. ഫോർ സഫിഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് റേസ് ടു -1, അതായത് ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ് അല്ല, എക്സ് റേസ് ടു -1 സ്മോൾ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സിന് ലാർജ് വാല്യൂസ് കൊടുക്കേണ്ടി വരും. സോ ഫോർ സഫിഷ്യൻ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ് ഈ ബോക്സിലുള്ള പോളിനോമിയലിൻ്റെ സൈന് 1ൻ്റെ അതേ സൈനായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ,
1 പ്ലസ് a1 ബൈ a നോട്ട് എക്സ് റേസ് ടു -1 a2 ബൈ a നോട്ട് എക്സ് റേസ് ടു -1 ഹോൾ സ്ക്വയർ an ബൈ a നോട്ട് എക്സ് റേസ് ടു -1 ഹോൾ റേസ് ടു n സൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെ അതേ സൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഫോർ സഫീഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ് റേസ് ടു -1, അതായത് ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 എന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ a1 ബൈ a നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തത് അല്ലേ. അതിൽ ഈ വാല്യൂ പോസിറ്റീവ് ആവും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ a നോട്ട് എക്സ് റേസ് ടു n അല്ലേ സൈൻ തീരുമാനിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, a നോട്ട് എക്സ് റേസ് ടു n പ്ലസ് a1 എക്സ് റേസ് ടു n-1 പ്ലസ് an ഈക്വൽ ടു a നോട്ട് എക്സ് റേസ് ടു n പുറത്തേക്ക് എടുത്തിട്ട് ബ്രാക്കറ്റിനകത്തുള്ളത് പോസിറ്റീവ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൻ്റെ പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിൻ്റെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സൈൻ തീരുമാനിക്കുന്ന ആരാണ്? a നോട്ട് എക്സ് റേസ് ടു n. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എക്സ് സൈൻ ഓഫ് a നോട്ട് എക്സ് റേസ് ടു n പ്ലസ് a1 എക്സ് റേസ് ടു n-1 പ്ലസ് an-ൻ്റെ സൈന് സെയിം ആസ് ദാറ്റ് ഓഫ് a നോട്ട് എക്സ് റേസ് ടു n ഫോർ സഫീഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. ഇതാണ് വ്യത്യാസം. ഇനി മൂന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്തൊരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ്, കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്ത പോളിനോമിയലാണ്, അതിൻ്റെ മോഡുലസ് നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കാം, അത്രേ പറഞ്ഞുള്ളൂ. ഏതൊരു എപ്സിലോൺ പറഞ്ഞാലും അതിനേക്കാൾ താഴെ കൊണ്ടുവരാമെന്നല്ലേ. അപ്പോൾ എത്ര വേണമെങ്കിലും ചെറുതാക്കാം, അത്രയേ ഉള്ളൂ പ്രൊപ്പോസിഷൻ പറയുന്നത്. അത് വെച്ച് നമ്മൾ 3 കോൺസിക്വൻസ് പറഞ്ഞു. ഫസ്റ്റ് കോൺസിക്വൻസിൽ പറഞ്ഞത് നമ്മളിങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉള്ളൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ തീരുമാനിക്കുക ആ കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും. അടുത്തത് പറഞ്ഞത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി നിർത്താം പവേഴ്സ് എല്ലാം. അപ്പോൾ സൈൻ തീരുമാനിക്കുക ആ ചെറിയ പവറുള്ള ആളാണെന്നാണ് പറഞ്ഞത്, ഫോർ സഫീഷ്യൻ്റ്ലി സ്മോൾ വാല്യൂസ് ഓഫ് എക്സ്. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ, ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഈ ലീഡിങ് പവറുള്ള ടേം അല്ലെങ്കിൽ ഹയർ പവറാണ് സൈൻ തീരുമാനിക്കുക ഫോർ സഫീഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എക്സ് വാല്യൂസിന് ഹയർ പവറും ചെറിയ എക്സ് വാല്യൂസിന് ലോവർ പവറുമാണ് സൈൻ തീരുമാനിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ശരി, ഇനി എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നു തരുന്നത്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ് ചെറിയ എക്സ് വാല്യൂസിന്, ഇപ്പോൾ ഞാൻ എക്സ് വളരെ ചെറുതാക്കിയിട്ട് 0.001 അല്ലെങ്കിൽ 0.1 എന്നൊക്കെ തന്നു. ഇതിൻ്റെ സൈൻ എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലാതെ തന്നെ എനിക്ക് പറയാൻ കഴിയും ഇതിൻ്റെ സൈൻ എന്തായിരിക്കും എന്നുള്ളത്. ഇതിൽ മാത്രം കൊടുക്കുക. എക്സ് ക്യൂബിൽ 0.01 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ -2 × x ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈൻ നെഗറ്റീവായിരിക്കും. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ മൊത്തം സൈന് ചെറിയ ടേമിൻ്റെ സൈൻ തന്നെ ആയിരിക്കും. അതല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നോക്കി നോക്ക്, പവേഴ്സ് അസെൻഡിങ് ഓർഡറിലല്ലേ, പവേഴ്സ് ആർ ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ സ്മോൾ വാല്യൂസ് ഓഫ് എക്സിന് സൈന് സെയിം ആസ് -2x ക്യൂബ് അല്ലേ. ഇപ്പോൾ നോക്കി നോക്കാം, എക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2x ക്യൂബ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ക്യൂബും പോസിറ്റീവ് ആയിരിക്കും, 2x ക്യൂബ് പോസിറ്റീവ് ആയിരിക്കും. -2x ക്യൂബ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അതേ സൈൻ ആയിരിക്കും മൊത്തം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പറയാം -2x ക്യൂബ് പ്ലസ് 3x റേസ് ടു 5 -100 × x റേസ് ടു 6 ഈസ് നെഗറ്റീവ്. നിങ്ങളൊരു പോസിറ്റീവ് എക്സ് വാല്യൂ പറയുന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി എക്സ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2x ക്യൂബ് നെഗറ്റീവ് ആയിരിക്കും, -2x ക്യൂബ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ സൈൻ തന്നെ ആയിരിക്കും നമ്മുടെ പോളിനോമിയലിന് ഉണ്ടാവുക. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സിമ്പിളായിട്ട് പെട്ടെന്ന് പറയാം, കാൽക്കുലേഷൻ ഒന്നും വേണ്ട, കാൽക്കുലേറ്ററും വേണ്ട. ശരി, ഇനി ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ? ഇങ്ങനൊന്നും എടുത്തു, വലിയ വലിയ നമ്പേഴ്സൊക്കെ കോവിഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് സൈൻ പ്രഡിക്റ്റ് ചെയ്യാം. ശരി, ഈ സൈൻ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിലൊരു വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോളിനോമിയൽ എടുത്തു. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറാണ്, നിങ്ങളത് നോക്കണ്ട. എന്തായാലും ലീഡിങ് കോഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ പവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലാണ്. ലാർജ് വാല്യൂ എക്സ് വലിയൊരു എക്സ് ഒരു 1000 ഒക്കെ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ വലിയ ഏതൊരു നമ്പർ പറഞ്ഞു തരുന്നത്. ന്യൂമറിക്കലി ലാർജ് വാല്യൂസ് ഓഫ് എക്സിന് ആരാണ് സൈൻ തീരുമാനിക്കുക? ഈ ലീഡിങ് ടേമാണ് സൈൻ തീരുമാനിക്കുക.
വലുതിന് വലുത് തീരുമാനിക്കും, ചെറുതിന് ചെറുത് തീരുമാനിക്കും. അപ്പോൾ ന്യൂമറിക്കലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ് സൈൻ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് -3x⁴. ഓക്കെ, 3x⁴ സൈൻ എപ്പോഴും പോസിറ്റീവ് ആണല്ലോ, കാരണം x⁴ എന്തായാലും പോസിറ്റീവ് ആവില്ല, എല്ലാ നമ്പേഴ്സിനും ഈവൻ പവർ അല്ലേ, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ -3x⁴ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് -3x⁴ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇതെപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അതിനൊരു നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും നെഗറ്റീവായിട്ടല്ലേ മാറുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, -3x⁴ എപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ട് ഈ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. നിങ്ങൾ വലിയൊരു എക്സ് തന്നു കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേഷൻ പോലും ഇല്ലാതെ പറയും അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതാണ് ആപ്ലിക്കേഷൻ. സൈൻ ഓഫ് -3x⁴ പ്ലസ് 100x³ പ്ലസ് 1000x - 100 ഈസ് ഓൾവേസ് നെഗറ്റീവ് ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. കാരണം ഈ ലീഡിങ് ടേം നെഗറ്റീവാണ്, അതേ സൈൻ തന്നെ ആയിരിക്കും ഈ വലിയ പോളിനോമിയൽ ഉണ്ടാവുക. ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ പറയുന്നു. അതെ, വലിയ വലിയ കോഫിഷ്യൻസ് ആണ്. ഇവിടെ ഒരു 1 ലാക്കോ 10 ലാക്കോ എത്രയൊക്കെ ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്ററിന് കൊടുക്കുന്ന ഒരു പരിധിയില്ലേ, നിങ്ങൾക്ക് വലിയൊരു എക്സും കൂടെ തന്നു തരുത്, എക്സ് ഒരു 10,000 കൂടെ തന്നു തരുത്. ഇത് കാൽക്കുലേറ്റർ കൊടുക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, പവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലാണ്, അല്ലെങ്കിൽ ലീഡിങ് കോഷ്യൻ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. x⁵5 ആണ്. x⁵5ൻ്റെ പവർ സൈൻ എന്താണോ അതേ സൈനിനായിരിക്കും ഇതിനുണ്ടാവുക അല്ലേ. അതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ x⁵5 പോസിറ്റീവ്, സൈന് പോസിറ്റീവ്. നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും വലിയ പോളിനോമിയലിൻ്റെ സൈനും പോസിറ്റീവ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ x⁵5 അറിയാലോ, നെഗറ്റീവ് വാല്യൂവിൻ്റെ ഓഡ് പവർ എടുത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓഡ് പവർ അല്ല, നെഗറ്റീവ് വാല്യൂവിൻ്റെ ഓഡ് പവർ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ എക്സ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ x⁵5 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സൈൻ ഓഫ് എഴുതാൻ മടിയാണ്, അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു വലിയൊരു പോളിനോമിയൽ വന്നിട്ട് നിങ്ങൾക്ക് വലിയൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സൈൻ വരാമെന്ന് നോക്കാൻ മൊത്തം ടൈപ്പ് ചെയ്യേണ്ട, മൊത്തം കാൽക്കുലേറ്റർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് കോമൺ സെൻസ് മതി. ലീഡിങ് പവർ നോക്കുക, അതിൻ്റെ വാല്യൂ ആയിരിക്കും, അതിൻ്റെ സൈൻ ആയിരിക്കും വലിയ പോളിനോമിയലിനുണ്ടാവുക ഫോർ ലാർജ് വാല്യൂസ്. ഇനി ഏറ്റവും ചെറിയ ഇതെടുക്കാം, ചെറിയ പവർ എടുക്കാം, അതിൻ്റെ സൈൻ തന്നെ ആയിരിക്കും ചെറിയ വാല്യൂസിന് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് കോൺസിക്വൻസും അതിൻ്റെ എക്സാമ്പിൾസും ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല കൺസെപ്റ്റുകളാണ്, വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് പ്രൊപ്പോസിഷനാണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ കഴിയും. ഒരു 1 മാർക്കിനൊക്കെ വന്നാലും വന്നു. ഓക്കെ.